ബോസ് മലയാളം സീസൺ 6 ഫസ്റ്റ് എലിമിനേഷൻ ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ആരൊക്കെ പുറത്തു പോകും, ആരൊക്കെ അകത്ത് വരും എന്നറിയാൻ മണിക്കൂറുകൾ മാത്രം മതി. 19 മത്സരാർത്ഥികളിൽ 8 പേരാണ് നോമിനേഷൻ ലിസ്റ്റിലുള്ളത്. രതീഷ്, ജിൻഡോ, നോറ, ശരണ്യ, അൻസിബ, റോക്കി, സിജോ, സുരേഷ്. ബിഗ് ബോസ് വീടിനുള്ളിലെ ആക്റ്റീവായ മത്സരാർത്ഥി എന്ന രീതിയിലും കണ്ടന്റ് ഉണ്ടാക്കുന്ന വ്യക്തി എന്ന നിലയിലും രതീഷ് കുമാർ പുറത്തു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. സുരേഷിനെതിരെയുള്ള ഗേ പരാമർശവും മറ്റും നിലനിൽക്കുന്നുണ്ടെങ്കിലും സീസൺ 6-ൽ ഓളം ഉണ്ടാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ ബിഗ് ബോസ് അദ്ദേഹത്തെ വീടിനുള്ളിൽ നിലനിർത്താൻ സാധ്യത വളരെ കൂടുതലാണ്. ബാക്കിയുള്ളവരിൽ റോക്കി, സിജോ, സുരേഷ് തുടങ്ങി 3 ആളുകളും നിലവിൽ ആക്റ്റീവായ മത്സരാർത്ഥികളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരും സേഫ് ആകാൻ സാധ്യതയുണ്ട്. നോറ, ശരണ്യ, അൻസിബ, ജിൻഡോ ഇവരിൽ ആരെങ്കിലും പുറത്തു പോകാനാണ് ചാൻസ് കൂടുതലെന്നാണ് പ്രേക്ഷകരുടെ നിലവിലെ വിലയിരുത്തൽ. ഈ പറഞ്ഞ 4 പേർക്കും ബിഗ് ബോസ് വീടിനുള്ളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പറയത്തക്ക ഓളമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. സ്ക്രീൻ സ്പേസ് പോലും ശരിക്കും കിട്ടിയിട്ടില്ലെന്ന് പറയുന്നതാണ് നല്ലത്. അൻസിബയെ സംബന്ധിച്ചിടത്തോളം സുരേഷിനെതിരെയുള്ള വെളിപ്പെടുത്തൽ ഉണ്ടായപ്പോഴാണ് അങ്ങനെ ഒരാൾ വീട്ടിലുണ്ടെന്ന വിവരം പ്രേക്ഷകർ അറിയുന്നത് തന്നെ. ശരണ്യ ആനന്ദാണെങ്കിലും സേഫ് സോൺ എന്ന രീതിയിലാണ് മുൻപോട്ട് പോകുന്നത്. വീടിനുള്ളിൽ വലിയ സംഭവമാകുമെന്ന് കരുതിയ ഫിറ്റ്നസ് ബോയ് ജിൻഡോയാട്ടെ നോമിനേഷനിൽ വന്നു എന്നറിഞ്ഞതോടെ കാറ്റുപോയ ബലൂൺ പോലെയാണ്. തമ്പിൽ ഭേദം നോറയാണ്. ആദ്യ ആഴ്ച ആയതുകൊണ്ട് തന്നെ എലിമിനേഷൻ ഒഴിവാക്കാനും സാധ്യതയേറെയാണ്. നിലവിൽ 19 പേർക്കും ഗെയിം എന്താണെന്ന കാര്യത്തിൽ വ്യക്തമായ ധാരണയുണ്ടായിട്ടില്ല. മറ്റ് സീസണുകളെ അപേക്ഷിച്ച് ഇത്തവണ ബിഗ് ബോസ് പുതിയ പരിഷ്കാരങ്ങളാണ് വീടിനുള്ളിൽ നടപ്പാക്കിയിരിക്കുന്നത്. 4 ബെഡ്റൂം, പവർ റൂം, പവർ ഗെയിം, പവർ അധികാരം തുടങ്ങി പഴയ സീസണിൽ പരീക്ഷിക്കാത്ത പുതിയ സംഭവങ്ങളാണ് ഇത്തവണയുള്ളത്. അതുകൊണ്ട് തന്നെ ഇവയെല്ലാം മനസ്സിലാക്കി ഗെയിം ട്രാക്കിലേക്ക് എത്തേണ്ടതുണ്ട്. ആ നിലയ്ക്ക് ഒരു അവസരം ബിഗ് ബോസ് നോമിനേഷൻ ഉള്ളവർക്ക് നൽകിയേക്കാം. ഒരുപക്ഷെ എലിമിനേഷൻ ഒഴിവാക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ചയിൽ ഇത്തവണ സേഫ് ആയിരിക്കുന്ന പലരും നോമിനേഷനിൽ ഉൾപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. പവർ ടീമിലായതുകൊണ്ട് മാത്രമാണ് യമുന റാണിയും അതുപോലെ ശ്രീരേഖയും നിഷാനയൊക്കെ രക്ഷപ്പെട്ടത്. അടുത്തതായി വൈൽഡ് കാർഡ് എൻട്രിയാണ്. 19 പേർക്കും ബിഗ് ബോസ് വീടിനുള്ളിൽ കാര്യമായ ഓളം സൃഷ്ടിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ഉറപ്പായും വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ 1-2 പേർ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും എത്തിയേക്കാം. വരുന്നത് ഒരു തീപ്പൊരി മത്സരാർത്ഥിയാണെങ്കിൽ മാത്രമാണ് എന്തെങ്കിലും ഒരു മാറ്റം ബിഗ് ബോസ് വീടിനുള്ളിൽ സംഭവിക്കുകയുള്ളൂ. എന്തായാലും മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വ്യക്തത വരും. 8 പേരിൽ 1-2 പേർ പുറത്തു പോകാനും ചിലർ അകത്തേക്ക് വരുവാനും സാധ്യതയുണ്ടെന്ന് ലാലേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാനും നിങ്ങളെ പോലെ വെയിറ്റിംഗ് ആണ്. പുറത്തു പോകുമോ അകത്ത് വരുമോ എന്നൊക്കെ കണ്ടറിയാം.